ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചൂരമീൻ കറിയാണ്. ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂരമീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വാളൻപുളിയാണ്. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് വൃത്തിയായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് ഇട്ട് വയ്ക്കുകയാണ്. ഈ പുളി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിലാണ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളത്. ഇനി ഈ കറിക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ മീനിൽ കുറച്ച് മുളക് പൊടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ അളവിലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ മീനിൽ കുറച്ച് മുളക് പൊടി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് പുരട്ടി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് അരച്ച് ഈ കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ തേങ്ങാക്കൂട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ തേങ്ങാക്കൂട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് സ്റ്റവിലേക്ക് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞ് അരിച്ച് ഞാനിതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നേരത്തെ പിഴിഞ്ഞെടുത്ത പുളിയുടെ ബാക്കി കൊന്തിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ്. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. ചൂരമീനിന് നല്ല വേവുള്ളതാണ്. അതുകൊണ്ടാണ് കറി തിളച്ചപ്പോൾ ഞാൻ മീനിട്ട് കൊടുത്തത്. കുറഞ്ഞത് 20 മിനിറ്റ് സമയമെങ്കിലും വേണം ഈ ചൂരമീനൊന്ന് വെന്ത് കിട്ടാനായിട്ട്. എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ കറി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് സമയം കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് ഈ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അടുത്ത 10 മിനിറ്റ് സമയം കൂടി കഴിഞ്ഞ് ഞാൻ ഈ കറി ഒന്ന് തുറന്ന് നോക്കുകയാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കറി ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി നമുക്ക് താളിച്ചിട്ട് കൊടുക്കാം. തനി നാടൻ ചൂരമീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. കേരള സ്റ്റൈൽ തേങ്ങ അരച്ച ചൂരമീൻ കറിയാണ്. ഇനി ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.